Hello friends, Junior Instructor Information Communication Technology System Maintenance Module 2 Part 2 ആണ് Introduction to various types of memories and their features. ആദ്യമായിട്ട് memory system. Programs and data they operate on are resided in the memory of the computer. അതായത് കമ്പ്യൂട്ടറിനുള്ള ഒരു മെമ്മറി ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് പ്രോഗ്രാംസിനെയും ഡാറ്റാസിനെയും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് മെമ്മറി. അതായത് പ്രോഗ്രാംസും ഡാറ്റാസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ഉപയോഗിക്കുന്നത്. The execution speed of program is dependent on how fast the transfer of data and instruction in between memory and processor. മെമ്മറിക്കും പ്രൊസസ്സറിനും ഇടയ്ക്കുള്ള ഇൻസ്ട്രക്ഷൻസും ഡാറ്റ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നതിന്റെ സ്പീഡ്. അപ്പോൾ എത്രത്തോളം ഡാറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുവോ അത്രത്തോളം പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്പീഡും കൂടും. There are three major types of memory available. മൂന്ന് തരത്തിലുള്ള മെമ്മറീസ് അവൈലബിൾ ആണ്. ക്യാച്ച്, പ്രൈമറി, സെക്കൻഡറി മെമ്മറീസ്. ക്യാച്ച്, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറീസ്. ക്യാച്ച് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി മെമ്മറീസ് ഉണ്ട്. അങ്ങനെ മൂന്ന് തരത്തിലുള്ള മെമ്മറീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എ ഗുഡ് മെമ്മറി വുഡ് ബി ഫാസ്റ്റ്, ലാർജ് ആൻഡ് ഇൻഎക്സ്പെൻസീവ്. നല്ലൊരു മെമ്മറി ആണെങ്കിൽ ഇത് ഫാസ്റ്റ് ആയിരിക്കും, വളരെ ലാർജ് ആയിരിക്കും, വളരെ വില കുറവായിരിക്കും. Unfortunately, it is impossible to meet all three of these requirements simultaneously. The increased speed and size are achieved at increased cost. അതായത് കോസ്റ്റ് കൂടുന്തോറും സ്പീഡും സൈസും ഒക്കെ കൂടുന്നതായിരിക്കും. Memory is used to store data and instruction temporarily or permanently. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ടെമ്പററി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മെമ്മറി. മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറി? പ്രൈമറി മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ടെമ്പററിലി വൈൽ ദ കമ്പ്യൂട്ടർ ഈസ് റണ്ണിങ്. കമ്പ്യൂട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെമ്പററി ആയിട്ട് ഡാറ്റയും ആപ്ലിക്കേഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി മെമ്മറി ഉപയോഗിക്കുന്നത്. 3 ടൈപ്സ് ഓഫ് പ്രൈമറി മെമ്മറി ഉണ്ട്, റാം, റോം ആൻഡ് ക്യാച്ച്. അടുത്തായിട്ട് റാമും റോമും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ്. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം. റോമിനെ അപേക്ഷിച്ച് ഫാസ്റ്റർ ആണ്. ഇറ്റ് സ്റ്റോർസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ, പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ടെമ്പററി. അതായത് ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനും ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് അലോസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ ഒരു റാൻഡം ആക്സസ് മെമ്മറി റീഡിങ്ങും റൈറ്റിങ്ങും അലോ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വോളട്ടൈൽ. റാം എന്ന് പറയുന്ന വോളട്ടൈൽ ആണ്. ഇറ്റ് വിൽ ലോസ് ഇറ്റ്സ് ഡാറ്റ ഇഫ് പവർ ഈസ് ടേൺഡ് ഓൺ. ഡാറ്റ ഓഫ് ആകുമ്പോഴത്തേക്കും പവർ എന്താണ് ചെയ്യുന്നത്? ഡാറ്റ നഷ്ടപ്പെടുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും കൂടി നോക്കൂ, ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടറിന്റെ പാർട്സ് പഠിച്ചപ്പോഴത്തേക്കും അതിൽ പറഞ്ഞിട്ടുണ്ട്. റോം എന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറി ആണ്. ഇറ്റ് ഈസ് എ സ്ലോവർ മെമ്മറി. സ്ലോവർ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. It stores the program required to boot the computer. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം സ്റ്റോർ ചെയ്ത്. ബൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആവുന്ന സമയത്ത് അവിടെ കുറച്ച് പ്രോഗ്രാംസ് ലോഡിങ് കാര്യങ്ങൾ നടക്കില്ലേ, അതിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതും കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ബൂട്ടിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് അലോസ് റീഡിംഗ് ഉള്ളു. റോമിലാണെങ്കിൽ റീഡിംഗ് മാത്രമേ നടക്കുള്ളൂ, റാമിലാണെങ്കിൽ റീഡിങ്ങും റൈറ്റിംഗും നടക്കുമായിരുന്നു. ഈസ് നോൺ വോളട്ടൈൽ ആണ്. അതായത് പവർ ഓഫ് ആവുന്ന സമയത്ത് ഡാറ്റ എല്ലാം കീപ്പ് ആയിട്ടിരിക്കും. ഒരു ഡാറ്റയും തന്നെ റോമിൽ ലോസ് ആവില്ല, പക്ഷെ റാമിലാണെങ്കിൽ ലോസ് ആയി പോകും. അടുത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോം ആണ്. ആദ്യത്തേത് പ്രോം, അതായത് പ്രോഗ്രാമബിൾ റോം. ഇ പ്രോം എറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഇ പ്രോം അതായത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രോം എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റോം ആണ്. ഇ പ്രോം എന്ന് വെച്ചാൽ എറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ്. ഇ പ്രോം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ്. ക്യാച്ച് മെമ്മറി ആണ്. ക്യാച്ച് മെമ്മറി ഈസ് എ സ്മാൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ പ്രൊസസർ ആൻഡ് റാം. പ്രൊസസറിനും റാമിനും ഇടയ്ക്കുള്ള ഫാസ്റ്റ് ആയിട്ടും ചെറുതുമായിട്ടുള്ള സ്മോളും ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ക്യാച്ച് മെമ്മറി. ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ ക്യാച്ച് മെമ്മറി ഫോർ ക്വിക്ക് ആക്സസ്. ക്വിക്ക് ആക്സസിന് വേണ്ടിയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ക്യാച്ച് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. ക്യാച്ച് ഈസ് ഫാസ്റ്റർ ദാൻ റാം. റാമിനേക്കാളും ഫാസ്റ്റർ ആണ് ക്യാച്ച്. ക്യാച്ച് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ റാം. റാമിനേക്കാളും വില കൂടുതലാണ് ആർക്ക്? ക്യാച്ചിന്.
അടുത്തായിട്ട് സെക്കൻഡറി മെമ്മറി ആണ്. ഇതൊരു ആക്സിലറി മെമ്മറി ആണ്. സെക്കൻഡറി മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഓർ പ്രോഗ്രാംസ് പെർമനന്റ്ലി. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയും പ്രോഗ്രാംസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി മെമ്മറി. ഇത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് നോൺ വോളട്ടൈൽ. അതായത് ഇത് നോൺ വോളട്ടൈൽ ആണ്. അതായത് പവർ ഓഫ് ചെയ്താലും നമുക്ക് ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടൻസ് ഡിവൈസിൽ നിന്ന് റിട്ടേൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് മച്ച് ലാർജർ ഇൻ സൈസ് ദാൻ റാം. റാമിനേക്കാളും സൈസ് വളരെ ലാർജർ ആണ്. ഇറ്റ് ഈസ് സ്ലോവർ ദാൻ റാം. റാമിനേക്കാളും സ്ലോവർ ആണ്. ഇറ്റ് ആക്ട് ആസ് എ ബാക്കപ്പ്. ഇതൊരു ബാക്കപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. The major categories of secondary storage devices are magnetic storage devices. Magnetic storage devices in example ആണ് magnetic tapes, floppy disk, hard disk. അടുത്ത optical storage devices CD, DVD, Blu-ray, DVD. അടുത്ത semiconductor storage devices USB flash drive, ഫ്ലാഷ് മെമ്മറി കാർഡ്സ് ആണ്. ഈ ഒരു സിഡിയുടെയും ഡിവിഡിയുടെയും USB-യുടെയും ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. അത് ഈ ഡിവൈസ് ഇത് മാത്രമായിട്ട് ഫുൾ ഫോംസ് മാത്രമായിട്ട് ഒരു ക്ലാസ്സിൽ ഇട്ട് തരാൻ പഠിക്കണം. In which each cell is capable of storing a bit of information. ഈ ഓരോ സെല്ലിനും എന്ത് capable ആയിട്ടുള്ളതാണ്? ഒരു ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഒരു ബിറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ capable ആയിട്ടുള്ളവരാണ് ഈ ഒരു മെമ്മറിയിലെ ഓരോ സെല്ലും. It stores information in group of bits called byte or word. അതായത് group of bitsനെയാണ് byte or word എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കണം. എന്താണ് group of bits? Group of bitsനെയാണ് group of bitsനെയാണ് എന്തെന്ന് പറയുന്നത്? byte or word എന്ന് പറയുന്നത്. The maximum size of the memory that can be used in any computer is determined by the addressing scheme. അതായത് ഒരു മെമ്മറിയുടെ മാക്സിമം സൈസ് നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്? അതിന്റെ അഡ്രസ്സിംഗ് സ്കീം വെച്ചിട്ടാണ് ഒരു മെമ്മറിയുടെ സൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. At the word length is the number of bits that can be transferred to or from the memory. മെമ്മറിയിൽ നിന്നോ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ബിറ്റ്സിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. It can be determined from the width of database. Database-ന്റെ width അനുസരിച്ച് ഡിറ്റർമിൻ ചെയ്യുന്നു. If the database has a width of n bits, database-ൽ n bits ഉണ്ടെങ്കിൽ അതിനർത്ഥം വേർഡ് ലെങ്ത്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ വേർഡ് ലെങ്ത് എന്താണ്? n bits എന്നാണ്. അടുത്ത മെമ്മറി ആക്സസ് ടൈം ആണ്. Time elapses between initialization of an operation and the completion of that operation. അതായത് ഒരു ഓപ്പറേഷൻ എന്താണ് തുടങ്ങുന്നത് കംപ്ലീറ്റ് ആക്കുന്നതിന് ഇടയ്ക്കുള്ള ആ ഒരു ടൈം എലാപ്സിനെയാണ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. മെമ്മറി സൈക്കിൾ ടൈം. അടുത്തായിട്ട് മെമ്മറി സൈക്കിൾ ടൈം ആണ്. മിനിമം ടൈം ഡിലേ റിക്വയർഡ് ബിറ്റ്വീൻ ദ initializations of two successive memory location. രണ്ട് മെമ്മറി ലൊക്കേഷൻസ് ഇനിഷ്യലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ടൈം ഡിലേ ആണ് മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. കമ്പയർഡ് ടു പ്രൊസസർ, ദ മെയിൻ മെമ്മറി യൂണിറ്റ് ഈസ് വെരി ലോ. അതായത് പ്രൊസസറിനനുസരിച്ച് മെയിൻ മെമ്മറി യൂണിറ്റ് എന്താണ്? വളരെ സ്ലോ ആണ്. So in order to transfer something between memory and processor take a long time. അപ്പോഴത്തേക്കും എന്താണ്? മെമ്മറിയും പ്രൊസസറിനും ഇടയ്ക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സമയം വളരെ ലോങ് ആയിരിക്കും. The processor has to wait a lot. പ്രൊസസർ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. To avoid this speed gap between memory and processor, a new memory is called cache memory. അതായത് ഈ ഒരു പ്രൊസസർ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു പുതിയ മെമ്മറിയെ കൊണ്ടുവന്നു. അതിനെയാണ് ക്യാച്ച് എന്ന് പറയുന്നത്, ക്യാച്ച് മെമ്മറി. ക്യാച്ച് മെമ്മറി എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? മെയിൻ മെമ്മറിക്കും പ്രൊസസറിനും ഇടയ്ക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാച്ച് മെമ്മറി. അപ്പം മെയിൻ മെമ്മറിക്കും പ്രൊസസറിനും ഇടയ്ക്ക് ഉള്ള ഒരു മെമ്മറി എന്തെന്ന് പറയും? ക്യാച്ച് മെമ്മറി എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിന് എന്തെന്ന് പറയും? ബൈറ്റ് അല്ലെങ്കിൽ വേർഡ് എന്ന് പറയും. ഇത്രയാണ്. അടുത്തതായിട്ട് റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ്. ഇതിൽ എന്താണ്? റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എഫക്റ്റീവ് സ്പീഡ് കൂടുതലാണ്. വെർച്വൽ മെമ്മറി ആണെങ്കിൽ എഫക്റ്റീവ് സൈസ് കൂടുതലായിരിക്കും. സെമി കണ്ടക്ടർ മെമ്മറീസ് ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു സൈക്കിൾ ടൈം എന്ന് വെച്ചാൽ 100 ns to
ലെസ് ദാൻ 10 ns വരെയാണ്. അതായത് 1990s അവസാനം ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. എന്തിനെ അപേക്ഷിച്ച് മാഗ്നറ്റിക് കോർ മെമ്മറീസിനെ അപേക്ഷിച്ച് വളരെ എക്സ്പെൻസീവ് ആണ്. മാഗ്നറ്റിക് കോർ മെമ്മറീസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെമി കണ്ടക്ടർ റാം മെമ്മറീസ് ഉണ്ടാകുന്നത്. ഇതിലൊരു റാപ്പിഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ VLSI ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെമി കണ്ടക്ടർ റാം മെമ്മറീസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. VLSI എന്ന് വെച്ചാൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജിയാണ്. ഈ ഒരു അടുത്തതായിട്ട് സ്റ്റാറ്റിക് മെമ്മറീസ് ആണ് SRAM. SRAMന്റെ ഫുൾ ഫോം സ്റ്റാറ്റിക് മെമ്മറീസ് ആണ്. VLSIയുടെ ഫുൾ ഫോം വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജി എന്നാണ്. അപ്പൊ സ്റ്റാറ്റിക് റാം SRAM സ്റ്റാറ്റിക് മെമ്മറീസ് consist of circuits capable of retaining their state as long as power is applied. പവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു സ്റ്റേറ്റിനെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാപ്പബിൾ ആയിട്ടുള്ള സർക്യൂട്ട്സോട് കൂടിയാണ് ഈ ഒരു മെമ്മറീസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. 2 ട്രാൻസിസ്റ്റർ ഇൻവെർട്ടേഴ്സ് ആർ ക്രോസ് കണക്റ്റഡ് ടു ഇംപ്ലിമെന്റ് ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒരു ബേസിക് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് 2 ട്രാൻസിസ്റ്റർ ഇൻവെർട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല എങ്കിലും സ്റ്റാറ്റിക് മെമ്മറി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറിയിൽ സ്റ്റാറ്റിക് മെമ്മറി ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇതൊരു ഫിഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഫിഗർ ഉൾപ്പെടെ ചെയ്യാം. നോർമലായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോഴത്തേക്കും ഈ ഒരു സ്റ്റാറ്റിക് മെമ്മറിയുടെ ആ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാമിൽ എന്താണ് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലാണെങ്കിൽ ഒരു വേർഡ് ലൈന് 2 2 ബിറ്റ്സ് ലൈൻസുമായിട്ട് T1 T2 എന്ന് പറഞ്ഞാൽ 2 ട്രാൻസിസ്റ്ററായിട്ട് കണക്ട് ആക്കിയിരിക്കും. ദ വേർഡ് ലൈൻ ഈസ് ഗ്രൗണ്ട് ലെവൽ. ആദ്യം ഒരു വേർഡ് ലൈൻ T1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിലായിരിക്കും. ട്രാൻസിസ്റ്റേഴ്സ് എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ് ടേൺ ഓഫ് ആവുന്ന സമയത്ത് എന്താണ് ഈ ലാച്ച് അതിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റിൽ റിട്ടേൺ ചെയ്തിരിക്കും. Most of the static RAMs are built using MOS, metal oxide semiconductor technology. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാറ്റിക് റാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണ് ചിലതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ബൈപോളാർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഈ 2 ടെക്നോളജി ഓർത്ത് വെക്കുക. സ്റ്റാറ്റിക് മെമ്മറി റാം ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ടെക്നോളജിയാണ്. ചില സമയത്ത് ബൈപോളാർ ടെക്നോളജിയിലും ഉപയോഗിക്കാറുണ്ട്. ഇതിലുള്ള സ്റ്റാറ്റിക് മെമ്മറിയിലുള്ള 2 ഓപ്പറേഷൻസ് ആണ് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും. ആവശ്യമുള്ളവർ ഈ ഒരു സ്ലൈഡ് നോക്കി വായിച്ചെടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് വായിക്കാത്തത്. വായിക്കുക. പിന്നെ ഈ ഒരു സ്റ്റാറ്റിക് മെമ്മറിയുടെ മേജർ അഡ്വാൻസ് എന്ന് വെച്ചാൽ എന്താണ് വെരി ക്വിക്ക് ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ കഴിയും. പ്രോസസ്സറിന് വെരി ക്വിക്ക് ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെമ്മറിക്ക് എക്സ്പെൻസീവ് ആണ്. അതുപോലെ വോളട്ടൈൽ മെമ്മറിയാണ്. എപ്പോഴും ഈ ഒരു സെല്ലിന് എന്താണ് പവർ ആവശ്യമാണ്. അപ്പം ഇത്രയൊക്കെയാണ് സ്റ്റാറ്റിക് റാംസ് മെമ്മറി. ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. വേണമെന്നുള്ളവർ സ്ലൈഡ് വായിച്ചു നോക്കുക. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ഡൈനാമിക് മെമ്മറീസ് ആണ്. DRAM. സ്റ്റാറ്റിക് റാംസ് ആർ ഫാസ്റ്റ് ബട്ട് ദ കോസ്റ്റ് ഈസ് ടു ഹൈ. അതായത് സ്റ്റാറ്റിക് റാം ഫാസ്റ്റ് ആണ്, പക്ഷെ എന്താണ് അതിന്റെ കോസ്റ്റ് വളരെ ഹൈ ആണ്. ബിക്കോസ് their cells require several transistors. അതായത് ഈ ഒരു സ്റ്റാറ്റിക് റാമിന്റെ ഓരോ സെല്ലിനും several transistors ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്താണ് ഇതൊരു കോസ്റ്റ് ആയിട്ടുള്ളത്. അതിന്റെ കോസ്റ്റ് സ്റ്റാറ്റിക് റാമിന്റെ കോസ്റ്റ് ഹൈ ആയിട്ടുള്ളത്. Less expensive RAMs can be implemented if simpler cells are used. സിമ്പിൾ ആയിട്ടുള്ള സെൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള വില കുറഞ്ഞ റാംസ് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്താണ് ഇതിന്റെ സെൽസ് ചിലപ്പോൾ അതിന്റെ സ്റ്റേറ്റിലോട്ട് റിട്ടേൺ ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ഡൈനാമിക് റാം എന്ന് പറയുന്നത്. ഡൈനാമിക് റാം ആർ ചീപ്പ് ആൻഡ് ഏരിയ എഫിഷ്യന്റ്. DRAM എന്ന് വെച്ചാൽ ചീപ്പാണ്, എഫിഷ്യന്റ് ആണ്, ഏരിയ എഫിഷ്യന്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ എന്താണ് ഇതിന്റെ സ്റ്റേറ്റിലോട്ട് റിട്ടേൺ ചെയ്ത് വരാൻ സാധിക്കില്ല. അടുത്ത ഈ ഒരു മെമ്മറി ഡൈനാമിക് മെമ്മറിയിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരിക്കും, ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടായിരിക്കും. ഡൈനാമിക് മെമ്മറിയിൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്,
ചാർജ് ആണ്. ഒരു കപ്പാസിറ്ററിലെ ചാർജിന്റെ ഫോമിലാണ് ഡൈനാമിക് മെമ്മറിയിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്ര സമയത്തേക്കായിരിക്കും? ടെൻസ് ഓഫ് മില്ലി സെക്കൻഡ്സിൽ മാത്രമായിരിക്കും ഒരു ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സെല്ല് ഇൻഫർമേഷൻ സ്റ്റോർ ഒരു the cell is required to store information for much longer time. Its contents must be periodically refreshed by restoring the capacitor charge and its full value. അതായത് ഈ കപ്പാസിറ്ററിന്റെ ചാർജിനെ റിഫ്രഷ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ഇൻഫർമേഷൻസ് എന്താണ് റിഫ്രഷ് ചെയ്യുന്നത്. അടുത്തതിലുള്ള ഒരു ഡൈനാമിക് മെമ്മറിയിലുള്ള ഒരു ഓപ്പറേഷനാണ് റീഡ് ഓപ്പറേഷൻ. അതുപോലെ തന്നെ റൈറ്റ് ഓപ്പറേഷൻ. റീഡ് ഓപ്പറേഷനും ഉണ്ട്, റൈറ്റ് ഓപ്പറേഷനും ഉണ്ട്. ഈ ഓപ്പറേഷൻസും ഡാറ്റാസും ഒക്കെ 0 and 1 കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ആകെ ഇത് സീറോസ് ആൻഡ് വൺസ് ഫോമിലാണ്. അപ്പം ആ ഒരു സീറോസ് ആൻഡ് വൺസിലാണ് ഈ ഒരു ഡൈനാമിക് മെമ്മറി വർക്ക് ചെയ്യുന്നത്. അസിൻക്രണസ് ഡൈനാമിക് റാം ആണ്. അതായത് അസിൻക്രണസ് ഡൈനാമിക് റാമിൽ ഒരു മെമ്മറി ഡിവൈസിന്റെ ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്നത് അസിൻക്രണസ് ആയിട്ടാണ്. പിന്നെ ഇതിലൊരു മെമ്മറി കൺട്രോളർ സർക്യൂട്ട് ഉണ്ട്. അതായത് കൺട്രോൾ നെസസറി ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു മെമ്മറി കൺട്രോളർ സർക്യൂട്ട് ആണ്. പിന്നെ ഇതിലൊരു ഡയഗ്രാം ആണുള്ളത്. ആ ഡയഗ്രാം വെച്ചിട്ടാണ്, സർക്യൂട്ട് വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് കമന്റ് ചെയ്യാം, നോക്കാം. പിന്നെ ബാക്കിയുള്ള ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഓപ്പറേഷൻസും റൈറ്റ് ഓപ്പറേഷൻസും ജസ്റ്റ് ഒന്ന് ആവശ്യമുള്ളവർ വായിക്കാം. ഞാൻ പറഞ്ഞ് ദീർഘമാക്കുന്നില്ല, കാരണം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മതി. ഇത്രയും ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് വായിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത് സിങ്ക്രണസ് DRAM ആണ്. ഓപ്പറേഷൻ ഈസ് ഡയറക്ട്ലി സിങ്ക്രണൈസ്ഡ് വിത്ത് പ്രൊസസർ ക്ലോക്ക്. അതായത് ഓപ്പറേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ സിങ്ക്രണൈസ് ചെയ്യും. എന്തിൻ്റെയോടൊപ്പം? പ്രൊസസർ ക്ലോക്ക് സിഗ്നലിനോടൊപ്പം ഓപ്പറേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ സിങ്ക്രണൈസ് ചെയ്യും. ദ ഔട്ട്പുട്ട്സ് ഓഫ് ദ സെൻസ് സർക്യൂട്ട്സ് ആർ കണക്റ്റഡ് ടു എ ലാച്ച്. അതായത് ഈ ഔട്ട്പുട്ട് സെൻസ് സർക്യൂട്ട്സിന്റെ ഔട്ട്പുട്ട്സ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ലാച്ചിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡൂയിങ് എ റീഡ് ഓപ്പറേഷൻ ദ കണ്ടന്റ്സ് ഓഫ് സെൽ ഇൻ എ റോ ആർ ലോഡഡ് ഓൺ ടു ദ ലാച്ചസ്. അതായത് റീഡ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ സെൽസിലെ കണ്ടന്റ്സ് എന്താണ് ലാച്ചസിലോട്ട് ലോഡ് ചെയ്യും. During a refresh operation, the contents of a cell are refreshed without changing the contents of latches. അതായത് ലാച്ചസിലെ കണ്ടന്റ് ചേഞ്ച് ആവാതെ തന്നെ എന്താണ് ഈ സെൽസിനെ ഓരോ ഓപ്പറേഷനും റിഫ്രഷ് ചെയ്യും. ഡാറ്റ ഹെൽഡ് ഇൻ ദ ലാച്ചസ് കറസ്പോണ്ട് ടു ദ സെലക്ടഡ് കോളംസ് ആർ ട്രാൻസ്ഫർ ടു ദ ഔട്ട്പുട്ട്. അതായത് ഓരോ ലാച്ചിലും ഡാറ്റ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ, അതാണെങ്കിൽ എന്താണ് കോളത്തിലോട്ട് സെലക്ട് ചെയ്ത ശേഷം ഔട്ട്പുട്ട് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകും. For a bus mode operation, successive columns are selected using column address counter and clock. അതായത് ബസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ ഇത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് സിലബസ് ഇല്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഈ കാര്യം നമുക്ക് വേണ്ട, അത്യാവശ്യം ഇല്ലാത്ത കാര്യമാണ്, തിയറിയാണ്. എന്താണ് സിങ്ക്രണസ് DRAM എന്നും അസിങ്ക്രണസ് DRAM എന്നും ഒരു ധാരണ ഉണ്ടായാലും മതി, നമുക്കല്ലാണ്ട് വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത മെമ്മറി ലാറ്റൻസി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെമ്മറി ലാറ്റൻസി എന്താണെന്ന് വെച്ചാൽ ഈസ് ദ ടൈം ഇറ്റ് ടേക്സ് ടു ട്രാൻസ്ഫർ എ വേർഡ് ഓഫ് ഡാറ്റ ടു ഫ്രം ദ മെമ്മറി. മെമ്മറിയിലേക്കോ മെമ്മറിയിൽ നിന്നോ ഒരു വേർഡ് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് മെമ്മറി ലാറ്റൻസി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഒരു മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നോ ഒരു വേർഡ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് മെമ്മറി ലാറ്റൻസി എന്ന് പറയുന്നത്. അടുത്ത മെമ്മറി ബാൻഡ്വിഡ്ത്ത് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഓർ ബൈറ്റ്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സോ ബൈറ്റ്സിനെയാണ് നമ്മൾ മെമ്മറി ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പം ഈ മെമ്മറി ലാറ്റൻസിയും മെമ്മറി ബാൻഡ്വിഡ്ത്തും ഓർത്ത് വയ്ക്കുക. അടുത്ത ടൈപ്സ് ഓഫ് മെമ്മറിയിൽ വരുന്നതാണ് ഡബിൾ ഡാറ്റ റേറ്റ് SDRAM. DDR SDRAM ഈസ് ഫാസ്റ്റർ വേർഷൻ ഓഫ് SDRAM. അതായത് സിങ്ക്രണസ് DRAMന്റെ ഒരു വേർഷൻ ആണ് DDR, അതായത് ഡബിൾ ഡാറ്റ rate synchronized dynamic random access memory. Thus, standard SDR perform all actions on the rising edge of clock signal. Clock signal അടുത്തുള്ള rising edgeൽ എല്ലാ ആക്ഷൻസും പെർഫോം ചെയ്യുന്നത് ഈ ഒരു SDRAM ആണ്. സ്റ്റാൻഡേർഡ് SDRAM ആണ്. DDR SDRAM is also access the cell array in the same way but transfer. അതായത് SDRAMന്റെ സെയിം വേയിലാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യുന്നത് static memory system. Implement a memory unit of 2M words of 32 bits each. Use 112 into 8 static memory chips. Each column consists of 4 chips. Each chip implements 1 byte position. A chip is selected by setting a chip select control line to 1. Select chip places its data on
The data output line outputs of other chips are in high impedance state. 21 bits to address a 32 bits word, and high order 2 bits are needed to select the row. By activating the 4 chip select signals, 90 bits are used to access specific byte locations inside the selected chip. ഇത് അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതിയാകും. അടുത്തത് ഡൈനാമിക് മെമ്മറി സിസ്റ്റംസ് ആണ്. ലാർജ് ഡൈനാമിക് മെമ്മറി സിസ്റ്റം ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് DRAM ചിപ്സ്. അതായത് ലാർജ് ഡൈനാമിക് മെമ്മറി സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DRAM ചിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനെ പോലെ തന്നെയാണ്, സ്റ്റാറ്റിക് മെമ്മറി സിസ്റ്റത്തിനെ പോലെ തന്നെയാണ്. സ്റ്റാറ്റിക് മെമ്മറി സിസ്റ്റം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പം അതേ ഒരു ലോജിക്കിലാണ് ഈ ഒരു ലാർജ് ഡൈനാമിക് മെമ്മറി സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പ്ലേസിംഗ് ലാർജ് മെമ്മറി സിസ്റ്റം ഡയറക്ട്ലി ഓൺ ടു ദ മദർ ബോർഡ്. അതായത് മദർ ബോർഡിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മെമ്മറി സിസ്റ്റം പ്ലേസ് ചെയ്യുകയും വിൽ ഓക്യുപ്പൈ ലാർജ് എമൗണ്ട് ഓഫ് സ്പേസ്. അപ്പം മദർ ബോർഡിലോട്ട് ഈ ഒരു ഡൈനാമിക് മെമ്മറി സിസ്റ്റം, ലാർജ് മെമ്മറി സിസ്റ്റം ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് എമൗണ്ട് ഓഫ് സ്പേസ് വളരെ വളരെ കൂടുതലായിട്ട് ആവശ്യമാണ്. ഓൾസോ ദിസ് അറേഞ്ച്മെന്റ് ഈസ് ഇൻഫ്ലെക്സിബിൾ സെൻസ് ദ മെമ്മറി സിസ്റ്റം കനോട്ട് ബി എക്സ്പാൻഡഡ് ഈസിലി. അതായത് മദർ ബോർഡിലോട്ട് ഈ ഒരു ലാർജ് മെമ്മറി സിസ്റ്റം വെക്കുമ്പോഴത്തേക്കും എന്താണ്, എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. Packaging considerations have led to development of large memory unit known as SIMs. സിംസിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ സിംഗിൾ ലൈൻ മെമ്മറി മോഡ്യൂൾസ് ആണ്. അത് ജസ്റ്റ് നോക്കി വയ്ക്കണം. ആൻഡ് ഡിം എന്ന് വെച്ചാൽ ഡ്യുവൽ ലൈൻ മെമ്മറി മോഡ്യൂൾസ്. സിംഗിൾ ലൈൻ മെമ്മറി മോഡ്യൂൾസും ഡ്യുവൽ ലൈൻ മെമ്മറി മോഡ്യൂൾസും ആണ്. മെമ്മറി മോഡ്യൂൾസ് ആർ ആൻ അസംബ്ലി ഓഫ് മെമ്മറി ചിപ്സ് on a small board that plugs vertically onto a single socket on the motherboard in order to occupy less space on the motherboard and also allows for easy expansion by replacement. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഫുൾ ഫോംസ് മാത്രമാണ്, അത് നോക്കി വെക്കുക. വേറെ വലുതായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ ഈസ് ടേൺ ഓൺ, the operating system must be loaded from the disk into the memory. അതായത് കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ഡിസ്കിൽ നിന്ന് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. For this we need to store instructions which could load to OS from the disk. They will not be lost after the power is turned off. അപ്പോഴത്തേക്കും എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്കിലോട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. പവർ ഓഫ് ആയാലും എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ലോസ് ആവരുത് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കും. So we need to store instructions into non-volatile memory. അപ്പോഴത്തേക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ്, നമുക്ക് നോൺ വോളറ്റൈൽ മെമ്മറിയിലോട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പം നോൺ വോളറ്റൈൽ മെമ്മറി ഈസ് റീഡ് ഇൻ ദ സെയിം മാനർ ആസ് വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറി പോലെ തന്നെയാണ് നോൺ വോളറ്റൈൽ മെമ്മറി റീഡ് ചെയ്യുന്നത്. പക്ഷെ നോർമൽ ഓപ്പറേഷൻ ഇൻവോൾവ്സ് ഓൺലി റീഡിംഗ് ഓഫ് ഡാറ്റ. ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഇതിന് റീഡ് ഓൺലി മെമ്മറി, റോം എന്ന് പറയുന്നത്. The data are written into ROM when it manufactured and is permanent memory. Different types of non-volatile memory is PROM, EEPROM, flash memory. ഇതൊക്കെയാണ് different types of memories. അടുത്ത programmable read-only memory ആണ്. PROM allows the data to be loaded by the user. Programmability is achieved by inserting a fuse at a point P in a ROM cell. അതായത് ROM സെല്ലിൽ പോയിന്റ് പിയിൽ ഒരു ഫ്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെയാണ് പ്രോഗ്രാമബിലിറ്റി അച്ചീവ് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് മെമ്മറി കണ്ടെയ്ൻസ് എല്ലാ സീറോസ്, അതായത് നമുക്കറിയാം ഈ ഒരു മെമ്മറിയിൽ കമ്പ്യൂട്ടറിന് അറിയാന്നുള്ള ഭാഷ സീറോസ് ആൻഡ് വൺസ് ആണ്. അപ്പൊ സീറോസ് ആൻഡ് വൺസിൽ മെമ്മറിയിൽ എന്താണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. അതായത് the user can insert ones at the required location by burning out the fuse at the locations using high current pulse. high current pulse ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്യൂസിന് എന്ത് ചെയ്യും, പറഞ്ഞില്ലേ, അതായത് ഈ പോയിന്റ് പി, അതായത് ഒരു പോയിന്റ് പി, റോം സെല്ലിലോട്ട് ഒരു പോയിന്റ് പി ഒരു ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസിനെ ബേൺ ചെയ്തുകൊണ്ടാണ് എന്താണ് വണ്ണിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എന്നിട്ട് ഈ പ്രോസസ് എന്താണ് ഇറേഴ്സിബിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അപ്പോഴത്തേക്കും ഈ ഒരു പ്രോമിന് ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് ഭയങ്കര ഫാസ്റ്റർ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസീവ്, വളരെ ലെസ് എക്സ്പെൻസീവ് ആണ്. അതായത് പ്രോഗ്രാമബിൾ ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് ആരാണ്, യൂസർ ആയതുകൊണ്ട്. അടുത്ത ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് വെച്ചാൽ EEPROM ആണ്. allows the stored data to be erased and new data be loaded. അതായത് സ്റ്റോർ ചെയ്ത ഡാറ്റ എറേസ് ചെയ്തുകൊണ്ട് മറ്റ് പുതിയൊരു ഡാറ്റയെ ലോഡ് ചെയ്യുന്നു. EEPROM cell a connected connection to ground is always made to be
A special transistor is used which has ability to function either as a normal transistor or as a disabled transistor that is always turned off during programming. An electrical charge is trapped in an insulated gate region. The charge is retained for more than 10 years because the charge is no leak path. For erasing this charge, ultraviolet is passed through the quartz crystal window lid. The exposure to ultraviolet light dissipates the charge. During normal use, the quartz lid is sealed with. ഇതിലിപ്പം നമുക്ക് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഉപയോഗിക്കുന്ന ആ ഒരു കോട്സ് ക്രിസ്റ്റൽ വിൻഡോ ലിഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നു. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ വരില്ല. പിന്നെ ഈ ഒരു അൾട്രാവയലറ്റ് ലൈറ്റ് എന്തിൽ ഉപയോഗിക്കുന്നു, ഏത് മെമ്മറിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ഇതും വരാം. അപ്പം അത് മാത്രം നോക്കി വെച്ചാൽ മതി. ഇതിപ്പം വേറെ ഇത് ഇത്രയും ഇതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടെ ഒന്ന് നോക്കി വെക്കാം. അതായത് ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ്, ഇതിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള അതാണ് ഇതിന്റെ ഒരു മെറിറ്റ്സ്. പിന്നെ ഇതെന്താണ്, ലോങ് ടൈം ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് എന്നുള്ള ഒരു റിട്ടേൺ ചെയ്തെടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും സർക്യൂട്ടിൽ നിന്ന്, റീപ്രോഗ്രാമബിൾ ആണ്. അതുപോലെ തന്നെ അൾട്രാവയലറ്റ് റേസ് ഉപയോഗിച്ചിട്ടാണ് കണ്ടൻസിനൊക്കെ എൻറ്റയർ ആയിട്ടും ഇറേസ് ചെയ്യാൻ പറ്റും. Electrically erasable programmable read-only memory EEPROM. EEPROM is programmed and erased electrically. EEPROM എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതും erase ചെയ്യുന്നതും electrically ആണ്. It can be erased and reprogrammed about 10,000 times. അതായത് 10,000 times ഇത് erase ചെയ്യും reprogram ചെയ്യുകയും ചെയ്യുന്നു. Both erasing and programming take about 4 to 10 milliseconds. erase ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും ഏകദേശം 4 മുതൽ 10 milliseconds എടുക്കുന്നു. In EEPROM, any location can be selectively erased and programmed. EEPROM ആണെങ്കിൽ ഏത് ലൊക്കേഷനെയും സെലക്ട് ചെയ്യാനും erase ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും സാധിക്കും. EEPROM can be erased 1 byte at a time. EEPROM-നാണെങ്കിൽ ഒരു ബൈറ്റ് at a time ഒരു ബൈറ്റ് മാത്രമേ erase ചെയ്യാൻ സാധിക്കുള്ളൂ. rather than erasing the entire chip. അതായത് എൻ്റെ ചിപ്പ് റൈസ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് 1 byte at a time erase ചെയ്യാനേ സാധിക്കുകയുള്ളൂ. Hence, the process of reprogramming is flexible but slow. അതായത് ഒരു ബൈറ്റ് at a time ഒരു ബൈറ്റ് erase ചെയ്യുന്നത് കാരണം എന്താണ് സംഭവിക്കുന്നത്, ഇതിന്റെ റീപ്രോഗ്രാമിങ് ഫ്ലെക്സിബിൾ ആണ് പക്ഷെ ഭയങ്കര സ്ലോ ആണ്. ഇതിന്റെ ഒരു മെറിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പ്രോഗ്രാം ചെയ്യാനും erase ചെയ്യാനും സാധിക്കും. ഇലക്ട്രിക്കലി പ്രോഗ്രാം ചെയ്യാനും erase ചെയ്യാനും സാധിക്കും. ഓരോ സെല്ലിന്റെയും സെലക്റ്റീവ് ആയിട്ടുള്ള കണ്ടക്ട്സിനെ erase ചെയ്യാം. ഡിമെറിറ്റ്സ്, ഇറ്റ് റിക്വയർസ് ഡിഫറെന്റ് വോൾട്ടേജ് ഫോർ erasing. erase ചെയ്യാനും റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും ഒക്കെ ഡിഫറെന്റ് വോൾട്ടേജസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തായിട്ട് ഫ്ലാഷ് മെമ്മറിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറിയിൽ അടുത്ത ഒന്നാണ് ഫ്ലാഷ് മെമ്മറി. Flash memory is a non-volatile memory chip used for storage and for transferring data between personal computer and digital devices. അതായത് ഡിജിറ്റൽ ഡിവൈസസിനോ പേഴ്സണൽ കമ്പ്യൂട്ടറിനോ ഇടയ്ക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി ചിപ്പാണ് ഫ്ലാഷ് മെമ്മറി. It has the ability to be electronically reprogrammed and erased. അതായത് ഇതിനുള്ള കഴിവെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്കലി തന്നെ റീപ്രോഗ്രാം ചെയ്യാനും പറ്റും, erase ചെയ്യാനും പറ്റും. It is often found in USB flash drives, MP3 players, digital cameras and solid state drives. അടുത്തതായിട്ട് but may also be a standalone memory storage device such as USB drives. EEPROM is a type of data memory device using an electronic device to erase or write digital data. Flash memory is a distinct type of EEPROM which is programmed and erased in large blocks. Flash memory incorporates the use of floating gate transistors to store data. Floating gate transistors or floating gates MOSFET is similar to MOSFET, which is a transistor used for amplifying or switching electronic signals. ഈ MOSFET എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനും സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്. Floating gate transistors are electrically isolated and used to float
In direct current flash memory similar to standard MOSFET, expected transistors has 2 gates instead of 1. Cache memories processor is much faster than the main memory. അതായത് main memory faster ആണ് processor. The processor has to spend much of its time waiting while instructions and data are being fetched from the main memory. അതായത് processor എന്താണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻസ്ട്രക്ഷൻസും ഡാറ്റ ഒക്കെ മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. These create major obstacle towards achieving good performance. Speed of memory cannot be increased beyond a certain point. Cache memory is a special very high speed memory. Special ആയിട്ടുള്ള ഒരു very high speed memory ആണ് cache memory. It is used to speed up and synchronizing with high speed CPU. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്പീഡ് അപ്പ് ചെയ്യാനും സിങ്ക്രണൈസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഹൈ സ്പീഡ് CPU ആയിട്ട് സ്പീഡ് അപ്പ് ചെയ്യാനും സിങ്ക്രണൈസ് ചെയ്യാനും ഉപയോഗിക്കുന്നു. Cache memory is costlier than main memory or disk memory. മെയിൻ മെമ്മറിയെയും ഡിസ്ക് മെമ്മറിയേക്കാളും കോസ്റ്റ്ലിയർ ആണ് cache memory, but economically that can registers. Cache memory is an extremely fast memory type that acts as buffer between RAM and CPU. റാമിനും സിപിയുനും ഇടയ്ക്ക് ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് മെമ്മറിയാണ് cache memory. It holds frequently requested data and instructions so that they are immediately available in the CPU. അതായത് സിപിയുവിന് കയ്യെത്താൻ ദൂരത്തുള്ള ആളാണ് cache memory. അതായത് എന്തെങ്കിലും ഡാറ്റ ഇൻസ്ട്രക്ഷനോ ഫ്രീക്വന്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ cache memory എടുത്താണ് CPU ഓടി പോകുന്നത്. അവിടെയാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. Cache memory is used to reduce the average time to access data from main memory. മെയിൻ മെമ്മറിയിൽ നിന്നും ഡാറ്റ ആക്സസ് ചെയ്യുന്ന ടൈമിനെ റെഡ്യൂസ് ചെയ്യുകയാണ് cache memory ചെയ്യുന്നത്. The cache is a smaller and faster memory which stores copies of data from frequently used main memory location. These are various different independent caches in CPU which store instructions and data. Cache memory is based on property of computer program known as locality of reference. Locality of reference നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് cache memory prefetching the data into cache before processor needs it. അതായത് പ്രൊസസ്സറിന് ആവശ്യമുള്ളപ്പോൾ എന്താണ് ക്യാച്ചിൽ പോയിട്ട് പ്രീഫെച്ച് ചെയ്യുന്നു. ഇറ്റ് നീഡ്സ് ടു predict processor future access requirement. Locality of reference analysis of a program indicates that many instructions in localized areas of a program are executed repeatedly during some period of time while the other accessed relatively less frequently. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് എന്താണ് റിപ്പീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ടി വരും. ആക്സസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള സാധനങ്ങൾ ചില ഭാഗങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ടി വരും. ചിലതാണെങ്കിൽ വളരെ കുറച്ച് പ്രാവശ്യം മാത്രം ആക്സസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എന്താണ് ഒരു ലൂപ്പിൽ ഈ ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് വേഗം എടുക്കുന്ന അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിനെ ഒരു ലൂപ്പിലാക്കും. ഒരു ലൂപ്പിൽ അതായത് ഒരു ലൂപ്പിലോ അല്ലെങ്കിൽ ഒരു നെസ്റ്റഡ് ലൂപ്പിലോ വയ്ക്കും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ പ്രൊസീജിയറിനെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് അങ്ങനെ ഗ്രൂപ്പാക്കി വെച്ചിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ടെമ്പറൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആണ്. റീസെന്റ് എക്സിക്യൂട്ടഡ് ഇൻസ്ട്രക്ഷൻസ് ഈസ് ലൈക്ലി ടു ബി എക്സിക്യൂട്ടഡ് അഗെയിൻ വെരി സൂൺ. അതായത് റീസെന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഇൻസ്ട്രക്ഷനെ പിന്നെയും എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴാണ് ടെമ്പറൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത സ്പേഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് അഡ്രസ്സസ് ക്ലോസ് ടു റീസെന്റ്ലി ഇൻസ്ട്രക്ഷൻസ് ആർ ലൈക്ലി ടു ബി എക്സിക്യൂട്ടഡ് സൂൺ. അതായത് നമ്മൾ തൊട്ട് മുന്നേ എക്സിക്യൂട്ട് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ എന്താണ് ഇൻസ്ട്രക്ഷൻസിനെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട വരും. Content addressable memory CAM അല്ലെങ്കിൽ associative memory. Many data processing applications require the set of items in a table stored in memory. അതായത് പല ഡാറ്റ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനുകൾക്കും നമുക്ക് മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ടേബിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു മെമ്മറിയിൽ ഒരു ടേബിൾ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അതിലുള്ള ഐറ്റംസ് എന്താണ് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴത്തേക്കും എന്താണ് an assemble program searches the symbol address table in order to extract symbols binary equivalent. അപ്പോഴത്തേക്കും ഒരു സിമ്പിളിന്റെ ബൈനറി ഇക്വലന്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ് അസംബിൾ പ്രോഗ്രാം ആ ഒരു
ടേബിളിൽ നിന്നും സെർച്ച് ചെയ്യുന്നു. An account number may be searched in a file to determine the holder's name and account status. അതായത് ഒരു ഉടമയുടെ ഹോൾഡറിന്റെ എന്താണ് ഉടമയുടെ പേരും അക്കൗണ്ട് നിലയും ഒക്കെ നമുക്ക് എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയലിൽ എന്താണ് ആ ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് തിരഞ്ഞെടുക്കാം. ആ ഒരു ടേബിളിലെ ഫയലിൽ അക്കൗണ്ട് നമ്പർ തിരഞ്ഞെടുക്കാം. The established way to search a table is to store all items where they can be addressed in sequence. അതായത് ഒരു പട്ടിക ആ ഒരു ടേബിൾ തിരയുന്നത് ഇതിനുള്ള ഏറ്റവും ഇതായിട്ടുള്ള എന്ന് വെച്ചാല് അതായത് എല്ലാ ഐറ്റംസും എന്താണ് ക്രമത്തിൽ ആക്സസ് ചെയ്യാം, അഡ്രസ് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ് the search procedure is a strategy for choosing a sequence of addresses, reading content of memory at each address and comparing information read with item being searched until a match occurs. ഇത് നമുക്ക് ഈ നമുക്കിത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതിനെ പരസ്പരം കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു എഫിഷ്യൻസി ആയിട്ടുള്ള സെർച്ച് അൽഗോരിതം ഉണ്ടായിരിക്കും. അപ്പോഴത്തേക്കും ഈ ഒരു മെമ്മറിയിൽ നിന്ന് ഒരു ഐറ്റം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സമയം കുറയ്ക്കും. അതായത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു ഡാറ്റയെ അഡ്രസ് വഴി കണ്ടന്റിന് അഡ്രസ് വഴിയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെമ്മറി യൂണിറ്റ് ആണ് അസോസിയേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ കണ്ടന്റ് അഡ്രസബിൾ മെമ്മറി. This type of memory is accessed simultaneously and in parallel on the basis of data content rather than the specific address or location. When a word is written in an associative memory, no address is given. The memory is capable of finding an empty, unused location to store the word. When a word is to be read from an associative memory, the content of the word, a part of the word is specified. The memory locates all words which match the specified content and marks them for reading. Because of its organization, the associative memory is uniquely suited to do parallel searches by data association. And associative memory is more expensive than random access memory because each cell must have storage capacity as well as logic circuits for matching its content with the external argument. For this reason, associative memories are used in application where the search time is very critical and must be very short. Okay, thank you.